മഴത്തോരും മുൻപേയുടെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയുടെ പിറന്നാളാഘോഷം വളരെ മനോഹരമായി കഴിഞ്ഞുകൂടി പോയപ്പോൾ ആരും തന്നെ വിചാരിച്ചില്ല തങ്ങളെ തേടി വരാൻ പോകുന്നത് ഒരു ദുഃഖവാർത്തയാണെന്ന്. സ്റ്റാൻലി ജോസഫിൻ്റെ ഭാര്യയായ എൽസമ്മ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നുള്ള വിവരമാണ് സ്റ്റാൻലി ജോസഫിനെ വിളിച്ച് തൻ്റെ ഫ്രണ്ടായ ഡോക്ടർ അറിയിക്കുന്നത്. ഇതൊന്നും തന്നെ അഞ്ജലിയിൽ നിന്നും ആരും തന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ലെന്ന് വളരെ പരിഭവത്തോടു കൂടി പറയുകയുണ്ടായി സ്റ്റാൻലി ജോസഫ്. എന്നാൽ തൻ്റെ അപ്പച്ചനായ ഔതുക്കുട്ടി അതെല്ലാം പറഞ്ഞ് തിരുത്തി മനസ്സിലാക്കുകയാണ് സ്റ്റാൻലി ജോസഫിനെ. നിൻ്റെ ഭാര്യ തന്നെയാണ് ഇപ്പോഴും അവളെപ്പോയി എന്താണ് വിവരമെന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട്. പോരാത്തതിന് നിൻ്റെ മക്കളിപ്പോൾ നിന്നെ സ്നേഹിക്കുകയും നിൻ്റെയും അവരുടെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം അന്വേഷിക്കുകയും വിവരങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ നീ അതൊന്നും ചോദിക്കാതെയും പറയാതെയും ഇരുന്നാൽ മക്കൾക്കും വളരെ വിഷമം തോന്നുമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇതേ സമയം ഇവർ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അലീന നിറകണ്ണുകളോടെയാണ് എല്ലാം കേട്ട് നിന്നിരുന്നത്. അവൾ സ്റ്റാൻലി ജോസഫിനോടായി പറയുന്നുണ്ട്, പപ്പ അധികം താമസിക്കാതെ തന്നെ എൽസാമ്മച്ചിയെ പോയി നമുക്ക് കാണണം. എൽസാമ്മച്ചിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ പപ്പയുടെ കാറിൻ്റെ ചാവിയെടുത്ത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട്, പപ്പ പോയി കാറ് ഇറക്കി പുറത്തേക്ക് ഇടാൻ നോക്ക്, ഞാനൊന്ന് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. വല്യപ്പച്ചനോടായി അവൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊപ്പം വല്യപ്പച്ചനും പോരുന്നില്ലേ എന്ന്. ഔതുക്കുട്ടിയും പോകാൻ റെഡിയാണെന്ന ഭാവത്തിൽ തന്നെ ഞാനും പോയി ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം അലീന ഡ്രസ്സ് ചേഞ്ച് ചെയ്തൊക്കെ തിരികെ എത്തുമ്പോഴേക്കും സ്റ്റാൻലി ജോസഫിനും വല്യപ്പച്ചനും പുറത്ത് കാറിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ 3 പേരും അഞ്ചലിലുള്ള ആ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. എൽസാമ്മച്ചി ICUയിൽ തന്നെയാണ്. എൽസാമ്മച്ചിയുടെ വിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് റീത്താമ്മച്ചിയുടെ അരികിലേക്ക് നടന്നു ചെല്ലുന്ന സ്റ്റാൻലി ജോസഫിനെയും അലീനയെയും വളരെ കണ്ട് അപമാനിക്കുകയാണ് റീത്താമ്മച്ചി. ഒരു ഹോസ്പിറ്റലാണെന്നൊരു ഭാവം പോലും അവർക്കുണ്ടായിരുന്നില്ല. അവർ വളരെ മോശമായി തന്നെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ അനിയത്തിയുടെ ജീവിതം ഇങ്ങനെ തൊലച്ചിട്ട് നീയിപ്പോൾ എന്തിനാണ് ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നിരിക്കുന്നത്? അതും ഈ പിഴച്ചവളുമായിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് നീയോ നിൻ്റെ ഈ പിഴച്ച സന്തതിയോ കയറി വന്നു എന്ന് കരുതി എൻ്റെ അനിയത്തിക്ക് സംഭവിച്ചതൊക്കെ ഒന്നുമല്ലാതായി മാറുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന സ്റ്റാൻലി ജോസഫിന് വളരെ കലി കയറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അലീന പറയാണ്, പപ്പ വേണ്ട, മറ്റുള്ളവർക്കില്ലെങ്കിലും നമ്മളെങ്കിലും അതൊക്കെ മനസ്സിലാക്കണമെന്ന്. എന്നാൽ അലീന ഇതേ സമയം ടാനിയയെ നോക്കുന്നുണ്ട്. അവൾ വല്ലാത്ത ടെൻഷനിലും അതേസമയം കരഞ്ഞുകൊണ്ടും തന്നെ ഇരിക്കുകയാണ്. ഇവരുടെ മുഖത്ത് പോലും നോക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾക്കരികിലേക്കായിട്ട് അലീന ചെല്ലുന്നുണ്ട്. അവളോട് ചോദിക്കുന്നുണ്ട്, ടാനിയ, എന്താണ് അമ്മച്ചിക്ക് പറ്റിയത്? നീയെങ്കിലും ഒന്ന് തുറന്ന് പറയാൻ നോക്കുന്നു. എന്നാൽ റീത്താമ്മച്ചി ടാനിയയുടെ കൈകൾ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. അലീനയോട് ഒന്നും തന്നെ സംസാരിക്കാൻ കൂട്ടാക്കുന്ന ഇല്ല താനും. അലീന തൻ്റെ പപ്പയെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. പപ്പയോടായി അലീന പറയുന്നുണ്ട്, പപ്പ എനിക്കിപ്പോൾ തന്നെ അഞ്ജലിയിലേക്ക് പോകണം. അഞ്ജലിയിൽ ടെൽസമോളും ടോജോയും തനിച്ചാണുള്ളത്. അവർക്ക് കൂട്ടായിട്ട് ജെറിയെയാണ് അവിടെ ആക്കിയിരിക്കുന്നത്. ഇത് വളരെ അപകടം പിടിച്ചൊരു കാര്യം തന്നെയാണ് പപ്പ. പപ്പ ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കണം. പപ്പ എന്നോടൊപ്പം വരണമെന്നില്ല, പക്ഷേ എനിക്ക് അഞ്ജലിയിൽ എത്തിയേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. ഇവർ 2 പേരും മാറി നിന്ന് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്ന വല്യപ്പച്ചൻ ഇവരുടെ അരികിലേക്കായി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ മാറി നിന്നുകൊണ്ട് സംസാരിക്കുന്നത്? എൽസയെ ഇപ്പം കാണിച്ചിരിക്കുന്ന ഡോക്ടറുമായിട്ട് നീ ഒന്ന് പോയി സംസാരിക്കേ, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ ശ്രമിക്കുന്നൊക്കെ വല്യപ്പച്ചൻ പറയുന്നത് കേട്ട് സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, എന്നോട് ഒരു കാര്യവും ഇടപെടേണ്ടെന്നല്ലേ അവളുടെ വീട്ടുകാർ പറയുന്നത്? കണ്ടില്ലേ ആ സേവിച്ചൻ ഹോസ്പിറ്റലിൽ ഒരു ഗുണ്ടയെപ്പോലെ വന്ന് നിൽക്കുന്നത്? നാണം കെട്ടവരെ വർഗങ്ങൾ എന്നിങ്ങനെ പറയാണ്.
വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നീ അവരോട് കാര്യങ്ങളൊന്നും തിരക്കണ്ട, നിൻ്റെ ഭാര്യയുടെ വിവരങ്ങൾ അറിയാനായി നിനക്ക് ഡോക്ടറുമായിട്ട് സംസാരിക്കാമല്ലോ എന്ന്. ഇത് കേൾക്കുന്ന അലീന പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ് പപ്പ, ഞാൻ ഒരു ടാക്സി വിളിച്ച് അഞ്ജലിയിലേക്ക് പോവുകയാണ്. പപ്പയും വല്യപ്പച്ചനും കൂടിയും എൽസാമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് നോക്കണം. ഹോസ്പിറ്റലിൽ എത്ര ചിലവ് വന്നാലും പപ്പ തന്നെ അതൊക്കെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് അലീന പപ്പയുടെ മറുപടിക്കായി കാത്തു നിൽക്കാതെ അവൾ പെട്ടെന്ന് നടന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. വല്യപ്പച്ചനോടായിട്ട് സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നുണ്ട്, ഇവൾക്ക് എന്താ പ്രശ്നം? ഇവള് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, ഓരോന്ന് നടപ്പിലാക്കുന്നു എന്ന്. സ്റ്റാൻലി ജോസഫിനോടായി വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ അവളും ഞാനും നിന്നത് ഒരാഴ്ചയോ 2 ആഴ്ചയോ ആയിക്കോട്ടെ, പക്ഷേ ആ വീട്ടിലെ ഒരുവിധം പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ അവൾക്കറിയാവുന്നതാണ്. പിന്നെ ഈ പറയുന്ന ജെറി എന്ന് പറയുന്ന പയ്യൻ വളരെ മോശം പിടിച്ചൊരു പയ്യനാണ്. നമ്മുടെ ടെൽസമോളെ തനിച്ച് അവനരികിലേക്ക് ആക്കിയിരിക്കുന്നു എന്ന് കേട്ടപ്പോഴുള്ള വെപ്രാളമാണ് അവൾ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാണ്. അപ്പോൾ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, അതിന് അവൾ തനിച്ചല്ലല്ലോ, ടോജോ ഇല്ലേ അവിടെയെന്ന്. അപ്പോൾ വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ടോജോയുടെ പ്രായം എത്രയാണ്? അവന് എത്രത്തോളം പക്വതയുണ്ട് ഈ വക കാര്യങ്ങൾക്ക് എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ജോസഫ് ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. എങ്കിലും സ്റ്റാൻലി ചോദിക്കുകയാണ്, അവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിൻ്റെ പോംവഴി കാണുമല്ലോ. ഇതിപ്പോൾ വെറുതെ അവൾ അവിടേക്കും ഇവിടേക്കൊക്കെ കിടന്നിങ്ങനെ ഓടാന്നല്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിൽ, അഞ്ജലിയിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതെ, അതുകൊണ്ട് തന്നെയാണ് നിന്നോട് അവൾ ഒന്നും പറയാതെ നിൽക്കുന്നത്. കാരണം നിനക്ക് ഈ കേസും വഴക്കും വക്കാണവുമല്ലാതെ മറ്റൊന്നും പറയാനുണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ നീ ആളെ തല്ലാൻ പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കേസ് കൊടുക്കാൻ നിൽക്കും. അതുകൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് വൈരാഗ്യവും വിദ്വേഷവും തോന്നാന്നല്ലാതെ എന്താണ് കാര്യം സ്റ്റാൻലി? അത് അവളെ നീ ശ്രദ്ധിച്ചിട്ടില്ലേ? അവൾ 4 ദിക്കിൽ നിന്നും വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുന്നതും അത് തീർപ്പുണ്ടാക്കാൻ നോക്കുന്നതും എന്നൊക്കെ സ്റ്റാൻലി ജോസഫിനോടായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വല്യപ്പച്ചൻ. സ്റ്റാൻലി ജോസഫ് കൈ മലർത്തി കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും ആവട്ടെ, അല്ലാതിപ്പോൾ ഞാനെന്ത് പറയാനാ? വരൂ, നമുക്ക് എൽസയെ കാണിച്ചിരിക്കുന്ന ഡോക്ടറുമായിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, അതിനേത് ഡോക്ടറെയാണെന്ന് നമ്മൾ എങ്ങനെയാ പപ്പ അറിയാ? അവരാരെങ്കിലും നമ്മളോട് മര്യാദപൂർവ്വം സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ അപ്പച്ചൻ തന്നെ ഒന്ന് ചെന്ന് ചോദിച്ചു നോക്കൂ, ഏത് ഡോക്ടറെയാണ് എൽസാമ്മയെ കാണിച്ചിരിക്കുന്നതെന്ന്, ഏത് ഡോക്ടറാണ് എൽസാമ്മയെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് ചോദിച്ചിട്ട് വരാമോ? മറുപടി എന്താണെന്ന് എനിക്കറിയാം അവർ പറയാൻ പോകുന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന വല്യപ്പച്ചൻ പറയുന്നുണ്ട്, എടാ മണ്ട, ഞാനേ നിൻ്റെ അത്ര മണ്ടനല്ല. ആ നിൽക്കുന്ന കാട്ടുപോത്തിനോട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് റോട്ടിലോ പറമ്പിലോ ഇറങ്ങി നിന്നിട്ട് വല്ല പോത്തോ ആടോ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. നീ വാടാ, ഞാനേ റിസപ്ഷനിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിനക്ക് പറഞ്ഞു തരാം ഏത് ഡോക്ടറെയാണ് കാണേണ്ടതെന്ന്. അത് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ജോസഫും വല്യപ്പച്ചനും റിസപ്ഷനിലേക്ക് ചെന്നിട്ട് റിസപ്ഷനിസ്റ്റിനോടായി വിവരങ്ങളെല്ലാം പറയാണ്. ഐസിയുവിൽ കിടക്കുന്നത് ഈ നിൽക്കുന്ന സ്റ്റാൻലി ജോസഫിൻ്റെ വൈഫ് എൽസമ്മ സ്റ്റാൻലിയാണ്. ഇവർ തമ്മിൽ കുറച്ച് കാലങ്ങളായി പിരിഞ്ഞ് ജീവിക്കുകയാണ് എന്ന് കരുതി ഇവർ ഭാര്യയും ഭർത്താവും അല്ലാതാവുന്നില്ലല്ലോ മോളെ. ഇതിപ്പോൾ അവളുടെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് അന്വേഷിക്കാനെത്തിയ ഞങ്ങളോട് അവളുടെ ഫാമിലിയിൽപ്പെട്ട ആരും തന്നെ മര്യാദപൂർവ്വം പെരുമാറുന്നില്ല. അവൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയണമെന്ന് ഞങ്ങൾക്കുണ്ട്. സമാധാനവും സന്തോഷവും തേടി അവൾ പോയി നിന്നത് അവളുടെ വീട്ടിലേക്ക് തന്നെയാണ്. അവിടെ വെച്ചാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നതെന്നുള്ള എല്ലാ വിവരങ്ങളും വളരെ മര്യാദപൂർവ്വം തന്നെ വല്യപ്പച്ചൻ അവതരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ വല്യപ്പച്ചൻ പറഞ്ഞതിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് റിസപ്ഷനിസ്റ്റിനും ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി വല്യപ്പച്ചനോട് ഏത് ഡോക്ടറെയാണെന്നും എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയില്ലെന്നും ഇന്നലെ രാത്രി അത്യാഹിത വിഭാഗത്തിലേക്കാണ് ആ ചേച്ചിയെ അഡ്മിറ്റ് ചെയ്തതെന്നൊക്കെ പറയാണ്.
ഉടനെ തന്നെ ഡോക്ടർ ചെക്ക് ചെയ്തതിന് ശേഷം ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും MRI അടക്കമുള്ള സ്കാനിങ്ങും എക്സ്റേകളും എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുവന്ന സമയത്ത് ബോധമുണ്ടായിരുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഡോക്ടർ റിനോയിയാണ് കൺസൾട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പോയി സാറുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ റിനോയുടെ റൂം കൂടി കാണിച്ചു കൊടുക്കുകയാണ് റിസപ്ഷനിസ്റ്റ്. സ്റ്റാൻലി ജോസഫുമായിട്ട് വല്യപ്പച്ചൻ റൂമിലേക്ക് നടക്കുമ്പോൾ വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? മുന്നും പിന്നും ചിന്തിക്കാതെ എടുത്തു ചാടിയിട്ട് ഒരു കാര്യവുമില്ലെന്ന്. നീയേ ഇനി എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും റൂമിലേക്ക് അനുവാദത്തോടു കൂടി തന്നെ കിടക്കുകയാണ്. ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് വല്യപ്പച്ചനും സ്റ്റാൻലി ജോസഫും. ഡോക്ടർ പറയുന്നുണ്ട്, സത്യമായി തന്നെ പറയാമല്ലോ, വെറുതെ ഒന്ന് കാല് തെന്നി സ്റ്റെപ്പിൽ നിന്നും വീഴുന്ന ഒരാളുടെ അവസ്ഥയിലല്ല ആ സ്ത്രീയെ ഇവിടെ പ്രവേശിപ്പിച്ചത്. പിന്നെ അവർ പറയുന്നതല്ലേ നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയൂ. കൊണ്ടുവന്നപ്പോൾ അവരുടെ മൂത്ത മകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയാണ് പേപ്പറിലൊക്കെ സൈൻ ചെയ്തത്. പിന്നെ കൂടെയുള്ളത് അവരുടെ ബ്രദറാണെന്നും മറ്റൊരു സ്ത്രീ അവരുടെ എൽഡർ സിസ്റ്റർ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്കതിൽ കൂടുതലൊന്നും ആ സമയത്ത് അന്വേഷിക്കേണ്ട കാര്യവുമില്ല. പിന്നെ സ്വയം തെന്നി വീണതാണെന്ന് പറയുമ്പോൾ പോലീസ് കേസ് എടുക്കേണ്ട കാര്യവുമില്ല. ഹെഡ് ഇഞ്ചുറി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു ചതവ് മാത്രമാണ് നെറ്റിയിലുള്ളത്. ഇടതുവശത്തെ നെറ്റിയിൽ ഒരു 5 തുന്നിക്കെട്ടൽ കൂടിയുണ്ട് എന്നുകൂടി ഡോക്ടർ പറയുന്നുണ്ട്. പിന്നെ പേടിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ആ സ്ത്രീക്ക് എഴുന്നേറ്റ് നടക്കാനോ സ്വന്തമായി അവരുടെ കാര്യങ്ങൾ ചെയ്യാനോ പറ്റിയ ഒരവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. അവരുടെ നട്ടെല്ലിന് സാരമായ ചതവ് സംഭവിച്ചിട്ടുണ്ട്. അത് നേരെയാവുന്നത് വരെ അവരെ വളരെ കെയർ ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ കാലങ്ങളോളമായിട്ട് അവർ കിടപ്പിലാവേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കാം. പിന്നെ 1.5 മാസത്തേക്കുള്ളതാണ് കാലിൻ്റെയും കൈയുടെയും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത്. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക തന്നെ വേണം. അല്ല, ഇന്നലെ വന്നപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നുകൂടി ഡോക്ടർ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന വല്യപ്പച്ചൻ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞ അതേ ഡീറ്റെയിൽസ് തന്നെ ഡോക്ടറോടും പറയുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് ഇതൊക്കെ കേട്ടിരുന്നിട്ട് വല്യപ്പച്ചനൊരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പച്ചൻ ഇത് പാട്ട് പോലെ പഠിച്ചു വെച്ചിരിക്കുകയാണ്, എല്ലാവരോടും ഇങ്ങനെ പാടാനായിട്ടെന്നാണ് അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ആവട്ടെ, സത്യമായിട്ട് തന്നെയാണല്ലോ പറയുന്നത്. അതിപ്പോൾ മറച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് സ്റ്റാൻലി ജോസഫ് സ്വയം ചിന്തിക്കുകയാണ്. ഡോക്ടറോട് അവർ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ റൂമിലിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് അഞ്ജലിയിലേക്ക് പുറപ്പെട്ടതാണ് നമ്മുടെ അലീന അഞ്ജലിയിലെത്തി. അഞ്ജലിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഗേറ്റിന് പുറത്ത് കാറ് നിർത്തിക്കൊള്ളാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ഡ്രൈവർ അവളെ അവിടെ ഇറക്കി വിട്ടതിന് ശേഷം അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അലീന വളരെ പാടുപെട്ടുകൊണ്ട് തന്നെ ഗേറ്റെല്ലാം തുറക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ടെൽസ മോള് ഓടി വന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ട്. അലീനയും ടെൽസയും കൂടി ഒരുമിച്ച് അകത്തേക്ക് നടന്നു വരുന്നത് കാണുന്ന ജെറിക്ക് ദേഷ്യം വരികയാണ്. ജെറി ചെന്ന് ടെൽസയോട് ചോദിക്കുന്നുണ്ട്, എടി നിന്നോട് ആരാടി ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞത്? ഈ കണ്ട വഴി കൂടെ പോണവരൊക്കെ വീട്ടിലേക്കും പറമ്പിലേക്കും വിളിച്ചു കയറ്റാൻ നിന്നോട് ആരാടി പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യപ്പെടുമ്പോൾ ടെൽസ പറയുന്നുണ്ട്, ദേ എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും ചേച്ചിയോട് പറഞ്ഞു കൊടുക്കും. മര്യാദക്ക് നിന്നില്ലെങ്കിലേ ഞാൻ പോലീസിനോടും പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേൾക്കുന്ന അലീന അതിശയത്തോടു കൂടി ടെൽസയെ നോക്കുന്നുണ്ട്. ജെറി വളരെ വെപ്രാളപ്പെട്ട് വിയർത്ത് ആകെ ഒരു അവസ്ഥയിലാവാണ് കേട്ടോ. ജെറിയുടെയും ടെൽസയുടെയും ഈ സംസാരങ്ങളൊക്കെ കേട്ട് അലീന രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്. അലീന ആ സമയത്ത് ഒന്നും തന്നെ ടെൽസയോട് ചോദിക്കുന്നില്ല. എന്നാൽ ജെറിയോടായി അവൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരുമില്ലേ? ഇവിടെ എൽസാമ്മച്ചിയും റീത്താമ്മച്ചിയും ഒക്കെ എവിടെ പോയി എന്ന്. അലീന ഒന്നും അറിയാതെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന് ആ സമയത്ത് ജെറിയെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു അലീനയുടെ ഉദ്ദേശം. അത് ജെറി വിശ്വസിക്കുകയും ചെയ്തു.
കുട്ടികളെ കാണാനായിട്ടാണ് അലീന വീട്ടിലേക്ക് വന്നതെന്ന് അവൻ തെറ്റിദ്ധരിക്കുകയാണ്. അവനും ഒട്ടും മോശമില്ലാത്ത രീതിയിൽ തന്നെ കള്ളം പറയാണ്. ജെറി പറയുന്നുണ്ട്, അത് നീ എന്തിനാ അറിയുന്നേ? നീ ടെൽസയെ കാണാനാണ് വന്നതെങ്കിൽ കണ്ടിട്ട് വേഗം തിരിച്ചു പോകാൻ നോക്ക്. നിന്നെ ഇനി ഈ വീട്ടിലോ കോമ്പൗണ്ടിലോ കയറ്റിയെന്ന് റീത്ത മമ്മി അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എന്നെ വെച്ചേക്കത്തില്ല. എന്നെ രണ്ടിനെയും നോക്കണമെന്ന് പറഞ്ഞിട്ടാ അവർ പുറത്തേക്ക് പോയിരിക്കുന്നതെന്ന് പറയാണ്. അലീന ചോദിക്കുന്നുണ്ട്, ഓ നിന്നെ തന്നെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത്? നന്നായി. കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് പോകുന്ന വീട്ടുകാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്ത് ചെയ്യാനാ, സാരില്ല, എല്ലാം കലങ്ങിത്തെളിയാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ ജെറി. അല്ല, അവരെവിടെ പോയെന്നാ നീ പറഞ്ഞത് എന്ന് അലീന ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. ജെറി പറയുന്നുണ്ട്, അതല്ലേ പറഞ്ഞത്, അവർ പുറത്തു പോയി എന്ന്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നിന്നോട് പറയാൻ എനിക്കിപ്പോൾ സൗകര്യമില്ലെന്ന്. ഇത് കേൾക്കുന്ന ടെൽസ ഒന്നും നോക്കാതെ തന്നെ പറയാണ് കേട്ടോ, എന്തിനാ ജെറിച്ചേട്ടാ നോണ പറയുന്നത്? അവർ ഇന്നലെ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് വന്നിട്ടല്ലേ കയറ്റിക്കൊണ്ട് പോയത്. എന്നിട്ടിപ്പോൾ കള്ളം പറയുന്നത് നോക്കിയേ. അലീന ചേച്ചി ഇന്നലെ അമ്മച്ചിയെ പ്രീതാമ്മച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. കൂടെ നമ്മുടെ ടെൽസ് ചേച്ചിയുണ്ട്. എന്നെയുണ്ടോ ജോയിച്ചേട്ടനെയും കൊണ്ടുപോയില്ല. ആംബുലൻസിലൊക്കെ കയറുന്നതേ എനിക്കും പേടിയാ, എനിക്ക് സങ്കടം വരും, കരച്ചിൽ വരും എന്നൊക്കെ അവളിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അലീന അവളെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴും അലീന ഒന്നും തന്നെ അവളോട് ചോദിക്കുന്നില്ല കേട്ടോ. പക്ഷേ ജെറിക്ക് വല്ലാത്ത ടെൻഷൻ വീണ്ടും അവൻ്റെ മുഖത്ത് മാറി മറയാൻ തുടങ്ങി. ജെറിയോടായിട്ട് അലീന ചോദിച്ചു, എന്താ ഉള്ളത്, എന്താ ഉണ്ടായത്, സംഭവിച്ചത് എന്തായാലും ഒന്ന് തുറന്ന് പറയാമോ? ആരെയും കൊണ്ട് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന്. ജെറി പറയുന്നുണ്ട്, ഇത്രയും സമയമായിട്ടും നിന്നെയൊന്നും വിളിച്ചറിയിക്കാൻ ഇവിടുന്ന് ആരും ഉണ്ടായില്ലല്ലോ. അപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കൂടേടി, നിന്നെയും നിൻ്റെ പപ്പയുടെയോ ഒന്നും ആവശ്യം ഈ വീട്ടിലോ ഞങ്ങൾക്കാർക്കും ഇല്ലെന്ന്. എന്നിട്ടും വലിഞ്ഞു കയറി വന്നിരിക്കുക. ആരെയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, ആർക്കാ എന്താ സംഭവിച്ചതെന്നൊക്കെ അറിയാൻ. ഇത്രയും നാണം കെട്ട ഒരു ഫാമിലിയെയും ഇത്രയും നാണം കെട്ട ഒരു സ്ത്രീയെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്നൊക്കെ ചെറിയ വലിയ വർത്തമാനത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അലീനയുണ്ടോ അവനെ വിടാൻ ഉദ്ദേശിക്കുന്നു? അലീന വീണ്ടും ചോദ്യം ഉന്നയിച്ചു. അല്ല, ആരെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെന്ന് ഒരു വഴിപോക്കനോടായാലും പറയുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഒരു ആംബുലൻസ് ഒരു വീട്ടിൽ നിന്നും ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ വഴി കൂടെ പോകുന്ന ആരായാലും ചോദിക്കത്തില്ലേ, എന്തു പറ്റി, ആരെയാ കൊണ്ടുപോയതെന്നൊക്കെ? അങ്ങനെ കരുതി നിനക്ക് പറയാലോ. നീ എന്തിനാ അതിന് ഇങ്ങനെ നിന്ന് വിയർക്കുന്നതെന്ന് അലീനയും ചോദിക്കുന്നുണ്ട്. ജെറി പറയാണ്, എനിക്ക് വിയർക്കുന്നത്. അവനാകെ ഒന്ന് പതറിയിട്ടോ അലീന അത് ചോദിച്ചപ്പോഴേക്കും. ജെറി വീണ്ടും തുടർന്നു, ഞാൻ വിയർക്കുന്നതൊക്കെ നീ എന്തിനാ നോക്കുന്നത്? ഇവിടെ എന്താണ് സംഭവിച്ചതെന്നും ആരാണ് ഹോസ്പിറ്റലിൽ പോയതെന്നും അല്ലേ നിനക്കറിയേണ്ടത്. എൽസ അമ്മച്ചി പെട്ടെന്ന് ബോധം കെട്ട് വീഴുണ്ടായി. വീണത് സ്റ്റെപ്പിലാണ്. തലയിടിച്ചു, ബ്ലഡ് വന്നു. ഒരു അല്പം ആഴത്തിൽ തന്നെയാണ് മുറിവെന്ന് തോന്നുന്നു. വല്ലാതെ ബ്ലഡ് പോകുന്നത് കണ്ട് എല്ലാവരും പേടിച്ചു. ആംബുലൻസ് വിളിച്ചു. റീത്താമ്മച്ചിയും ടാനിയയും കൂടിയാണ് ഇവിടെ നിന്നും എൽസാമ്മച്ചിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ അങ്കിളായ സേവിച്ചൻ അങ്കിളുണ്ടെന്ന് പറയുകയും ചെയ്തു. ഇനി ഇത് കേട്ടപാടെ നീ നിൻ്റെ പപ്പയെ വിളിച്ചറിയിച്ച് അവിടേക്ക് വലിഞ്ഞു കയറി ചെല്ലാൻ നോക്കണ്ട. അറിയാലോ നിനക്ക്, അവിടെ അങ്കിളുമാരെല്ലാവരും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി നിൻ്റെ പപ്പയെ കാണുമ്പോൾ അവരെല്ലാവരും കൂടി പിച്ച് ചീന്തും. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം നീ ആയിട്ടുണ്ടാക്കാൻ നിൽക്കണ്ട. ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വേണ്ട ട്രീറ്റ്മെൻറ്റും അവർ ഡോക്ടറെ കൊണ്ട് കൊടുപ്പിക്കാൻ അവർക്കറിയാം. നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇവിടുന്ന് പോകാൻ നോക്കുമെന്ന് പറയാണ്. ഞാൻ നിൻ്റെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ ഈ വീട്ടിലേക്ക് ഇപ്പോൾ കയറി വന്നത്. ഇപ്പോഴെന്നല്ല, ഇതിനു മുമ്പ് വന്നപ്പോഴും ഞാൻ നിൻ്റെ അനുവാദം ചോദിച്ചിട്ടല്ല. ഇവിടെ നിന്ന് പോയപ്പോഴും നിൻ്റെ അനുവാദത്തിൻ്റെ ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല താനും. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അലീന ടെൽസമോളെയും വിളിച്ച് വീടിനകത്തേക്ക് കയറുകയാണ്. ജെറിക്ക് ആകെ ദേഷ്യം വന്നു. ജെറി ഉണ്ടോ വിടുന്നു. അവരെ പിന്നാലെ തന്നെ വീടിനകത്തേക്ക് കയറുകയാണ്. കാരണം തലേ ദിവസം എന്താണ് സംഭവിച്ചതെന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും ടെൽസയുടെ നാവിൽ നിന്നും വീണ് കഴിഞ്ഞാൽ അത് വളരെ വലിയ പ്രശ്നത്തിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് ജെറിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു.
അത് തൻ്റെ തലയിൽ തന്നെയായിരിക്കും വന്ന് ചേരാനും അവന് ഉറപ്പായിരുന്നു. അലീനയെ കണ്ട് ടോജോയും ഓടി അവളുടെ അരികിലേക്ക് വരുന്നുണ്ട്. ടോജോയോടായിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ഇന്നലെ എന്താ മോനെ ഉണ്ടായതെന്ന്. ടോജോ പറയാണ്, ചേച്ചി ഞാൻ 6 മണി തുടങ്ങി 7 മണി വരെ ടർഫിൽ ക്രിക്കറ്റ് പ്രാക്ടീസിന് പോകുമല്ലോ, ആ സമയത്താണ് ഇവിടെ ഇതൊക്കെ സംഭവിച്ചത്. ഞാനൊരു 7:15 ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്നും ആംബുലൻസ് ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടത്. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ ജെറിച്ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നതെന്ന് പറയാണ്. ജെറിച്ചേട്ടൻ നിന്നോട് എന്താ ടോജോ പറഞ്ഞത് എന്ന് അലീന കുറച്ച് ഗൗരവത്തോടു കൂടി തന്നെ ചോദിക്കുന്നുണ്ട്. ടോജോ പറയാണ്, എന്തോ അമ്മച്ചി പെട്ടെന്ന് തല കറങ്ങി വീണു, സ്റ്റെപ്പിലിടിച്ചു, ബ്ലഡ് വല്ലാതെ വരുന്നത് കണ്ട് എല്ലാവരും പേടിച്ചപ്പോൾ ആംബുലൻസ് വിളിച്ചു, അമ്മച്ചിയെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി എന്നാണ് പറഞ്ഞതെന്ന്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി തന്നോട് പറഞ്ഞ അതേ കള്ളത്തരം തന്നെയാണ് ടോജോയെയും അവൻ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ടെൽസയുടെ കാര്യം അങ്ങനെയല്ല. ടെൽസയ്ക്ക് നടന്നത് എന്താണെന്നൊക്കെ അറിയാം. പക്ഷേ അവളെ തനിച്ച് കിട്ടിയാൽ മാത്രമേ അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയൂ എന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതല്പം സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണെന്നും ആരൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടെന്നും അലീനയ്ക്ക് ഇതിനോടകം മനസ്സിലായി. അലീന ടെൽസയോടായി ചോദിക്കുന്നുണ്ട്, മോളിന്ന് രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന്. ടെൽസ പറയുന്നുണ്ട്, ബ്രെഡും ജാമും കഴിച്ചു ചേച്ചി, ജെറിച്ചേട്ടൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നു, ഇവിടെ ഒന്നും ഉണ്ടാക്കാനൊന്നും ആർക്കും അറിയത്തില്ലല്ലോ എന്ന്. ആരാ പറഞ്ഞത് ആർക്കും അറിയത്തില്ലെന്ന്? അതിനല്ലേ ചേച്ചി വന്നിരിക്കുന്നേ, മോൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ടെൽസ പറയുന്നുണ്ട്, എനിക്ക് ചേച്ചി എന്തുണ്ടാക്കി തന്നാലും ഞാൻ കഴിച്ചോളാമെന്ന്. എന്നാൽ ചേച്ചിക്കൊപ്പം വാ, നമുക്ക് 2 പേർക്കും കൂടി സംസാരിച്ചുകൊണ്ട് പാട്ടൊക്കെ പാടി കിച്ചണിൽ അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അലീന ടെൽസയ്ക്കൊപ്പം കിച്ചണിലേക്ക് നടക്കുകയാണ്. എന്നാൽ അലീന മുന്നിട്ട് നടക്കുകയും അലീനയ്ക്ക് പിന്നാലെ തന്നെ ടെൽസയും നടക്കുന്നത് കണ്ട് ജെറി ടെൽസയുടെ കൈക്ക് കയറി പിടിച്ച് അവളോട് അവിടെ നിൽക്കാനായി തലകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. അലീന 2-3 സ്റ്റെപ്പ് മുന്നിലേക്ക് നടന്ന് തിരിഞ്ഞു നോക്കുകയാണ് ടെൽസ കൂടെയില്ലേന്ന്. എന്നാൽ ജെറിയെ കണ്ണു തുറപ്പിച്ച് നോക്കി നിൽക്കുന്ന ടെൽസയെയാണ് അലീന കാണുന്നത്. ടെൽസയോട് അലീന ചോദിക്കുന്നുണ്ട്, എന്തേ എന്നോടൊപ്പം വരുന്നില്ലേ എന്നെ സഹായിക്കാൻ? ഞാൻ വരാം, പക്ഷേ ഈ ജെറിച്ചേട്ടൻ എന്നെ വിടുന്നില്ല ചേച്ചി, അതുകൊണ്ടല്ലേ ഞാനിവിടെ ഇങ്ങനെ നിന്നതെന്ന്. ഇത് കേൾക്കുമ്പോഴേക്കും ജെറി ആ കൈകൾ ടെൽസയിൽ നിന്നും വിടിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ വേഗം അലീനയ്ക്ക് പിന്നാലെ തന്നെ പോയി. കിച്ചണിൽ ചെന്ന് നിന്ന് പാചകങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് അലീന. എന്തൊക്കെയോ പച്ചക്കറികൾ എടുത്ത് ടെൽസയ്ക്ക് അരികിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊക്കെ വാഷ് ചെയ്ത് ചേച്ചിക്ക് തായോ എന്ന് പറയുകയാണ്. അലീന അപ്പോഴേക്കും മറ്റു കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട് കിച്ചണിൽ. ജെറി ആവട്ടെ അവിടെ നിന്നും മാറാതെ കിച്ചൻ്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്. എന്തെങ്കിലും അലീനയോട് അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നറിയാനായി. അലീന ടെൽസയോടായി ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന്. ഇന്നലെ രാത്രി ഞാൻ കഴിച്ചു. അമ്മച്ചിയും റീതാമ്മച്ചിയും ഒക്കെ ഹോസ്പിറ്റലിൽ പോയില്ലേ, അത് കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോൾ എനിക്ക് വല്ലാതെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ മോൾക്ക് അമ്മച്ചിയുടെ തലയിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നത് കണ്ട് പേടിയൊന്നും തോന്നിയില്ലേ? ആദ്യം ഞാൻ പേടിച്ചതേ ഈ ജെറിച്ചേട്ടനുണ്ടല്ലോ വന്നിട്ട് അമ്മച്ചിയോട് അലറിക്കൊണ്ട് സംസാരിക്കുന്നത് കേട്ടപ്പോഴാ ഞാൻ പേടിച്ചു പോയത് എന്ന് പറഞ്ഞപ്പോഴേ അലീനയ്ക്ക് മനസ്സിലായി ജെറി ഇതിൽ ഇൻവോൾവ് ആണെന്ന്. എന്നാൽ ഇത് കേട്ടപ്പോഴേക്കും ജെറി ആവട്ടെ കിച്ചണിലേക്ക് കടന്നു വന്ന് ഒന്നും അറിയാത്ത പോലെ ഫ്രിഡ്ജ് അങ്ങ് വലിച്ചു തുറന്ന് ഒരൊറ്റ അടയ്ക്കൽ അടച്ചു. ആ ശബ്ദം കേട്ട് ടെൽസ അങ്ങ് ഞെട്ടിപ്പോയിട്ടോ. ടെൽസയ്ക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല. അവൾ വീണ്ടും പഴയതുപോലെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ക്യാരറ്റും ആ ബീൻസും പച്ചമുളകൊക്കെ കഴുകാൻ തുടങ്ങി. 2 സബോള കൂടി ടെൽസയുടെ അരികിലേക്ക് വെച്ച് കൊടുത്തിട്ട് അലീന പറയുന്നുണ്ട്, കൈ മുറിക്കാതെ ചേച്ചിക്കിത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി തരണമെന്ന്. ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ടെൽസ അവിടെ നിന്നുകൊണ്ട് പതിയെ ആ സബോളയൊക്കെ ക്ലീനാക്കുകയാണ്. ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്തതിന് ശേഷം വീണ്ടും ജെറി പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്.
അലീനയ്ക്ക് മനസ്സിലായി ടെൽസയെ കൊണ്ട് അവൻ ഒരക്ഷരം പറയിപ്പിക്കാതെ ഇരിക്കാനുള്ള എല്ലാ പണികളും അവൻ എടുക്കുന്നുണ്ടെന്ന്. ഇത് പോലീസ് കേസ് വരെ ആകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്. അവന് ആ കാര്യത്തിൽ നല്ല പേടിയുണ്ടെന്ന് കൂടി അലീനയ്ക്ക് മനസ്സിലായി. ഇതേ സമയമാണ് അലീനയുടെ ഫോണിലേക്ക് പപ്പയുടെ കോള് വരുന്നത്. ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം തൻ്റെ മകളോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായി സ്റ്റാൻലി ജോസഫ് വിളിച്ചതായിരുന്നു. അലീനയോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റാൻലി ജോസഫ് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീയിപ്പോൾ എപ്പോഴാണ് അവിടെ എത്തിയത്, അവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ. അലീന പറയുന്നുണ്ട്, പപ്പ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ വന്നു എന്ന് പപ്പയ്ക്ക് മനസ്സിലായില്ലേ. ചുമ്മാതൊന്നും വീണതല്ല എൽസാമച്ചി. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ അതിൻ്റേതായ ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ലതാനും. എന്നാൽ ടോജോയ്ക്ക് ഒന്നും തന്നെ അറിയില്ല. അവനെന്തോ ക്രിക്കറ്റ് പ്രാക്ടീസിനോ മറ്റോ ടർഫിൽ പോയിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് സത്യം തന്നെയാണെന്ന് മനസ്സിലായി. ഇവിടെ പുതിയ നാടകങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പപ്പ. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഈ അലീന ഇവിടെ നിന്ന് വരത്തുള്ളൂ എന്നുകൂടി സ്റ്റാൻലി ജോസഫിനോടായി പറയുന്നുണ്ട്. ഇതെല്ലാം ചെറി പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ടെൽസ. ടെൽസ ചോദിക്കുക, ചേച്ചി പപ്പയാണോ എന്ന്. അതേടാ പപ്പയാ. പപ്പേ ഹോസ്പിറ്റലുണ്ട് നിൻ്റെ അമ്മച്ചിയുടെ അടുത്ത്. അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് പപ്പ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ഇനി ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം എന്തൊക്കെയാണ് നടപടികൾ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുക പപ്പ. എന്തായാലും എന്തെങ്കിലുമൊക്കെ നമുക്കറിയാൻ കഴിയും അല്ലേ ടെൽസ മോളെ എന്ന് അലീനയും ചോദിക്കുന്നുണ്ട്. പുറത്ത് നിൽക്കുന്ന ജെറി കേൾക്കാൻ വേണ്ടിയാണ് അലീന ഒരല്പം ശബ്ദമുയർത്തി തന്നെ ഇതെല്ലാം ചോദിക്കുന്നത്. ടെൽസയോട് അലീന ചോദിക്കുന്നുണ്ട്, പപ്പയോട് സംസാരിക്കണോ നിനക്കെന്ന്. വേണ്ട, പപ്പയോടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിയെയും എന്നെയും ഒക്കെ കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന ആകെ ഷോക്കാവാണ് കേട്ടോ. മറുവശത്ത് ഫോണിലൂടെ തന്നെ ടെൽസ പറഞ്ഞ വാക്കുകൾ കേൾക്കുന്ന സ്റ്റാൻലി ജോസഫ് അലീനയോടായി ചോദിക്കുന്നുണ്ട്, അലീന ടെൽസ എന്താണിപ്പോൾ പറഞ്ഞത്, ആര് പറഞ്ഞു എന്നാ പറഞ്ഞത് എന്ന്. ഇത് കേട്ടപ്പോൾ അലീന പറയുന്നുണ്ട്, അതൊന്നുമില്ല പപ്പ, അവൾ ചുമ്മാ ഇങ്ങനെ നിന്നുകൊണ്ട് ഒരേന്ന് പറയുന്നതാ. അവളിന്ന് നേരം വെളുത്തിട്ടേ ഒരു ബ്രെഡ് മാത്രമാണ് കഴിച്ചിരിക്കുന്നത്. അവൾക്ക് അതിൻ്റെ വിശപ്പുണ്ടാവും. ഞാൻ കിച്ചണിൽ കയറി അവൾക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുക. ടോജോയ്ക്കും വിശക്കുന്നുണ്ടെന്ന് അവനും പറഞ്ഞു. ഞാൻ എന്തായാലും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം പപ്പയെ വിളിച്ചേക്കാമെന്ന് പറയുകയാണ്. സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നുണ്ട്, അലീന അവിടെ ഒരുപാട് കാര്യങ്ങൾ നീയും വല്യപ്പച്ചനും ഒരുമിച്ചുള്ള സമയത്ത് തന്നെ നടന്നിട്ടുണ്ടെന്നും നീ അതൊക്കെ എന്നിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണെന്നും വല്യപ്പച്ചൻ എന്നാണ് എന്നോട് പറഞ്ഞത്. അതൊക്കെ എനിക്ക് അറിഞ്ഞേ കഴിയൂ. നീയിപ്പോൾ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല. അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എന്നെ കോൾ ചെയ്തിരിക്കണം വിത്തിൻ 1 hour. അല്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻലി ജോസഫ് അവിടെ എത്തിയിരിക്കും. എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞേ കഴിയൂ എന്ന് പറഞ്ഞ് സ്റ്റാൻലി ജോസഫ് കോൾ കട്ട് ചെയ്യാണ്. അലീനയ്ക്ക് ആകെ ടെൻഷനായി. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ടെന്നും നടന്നിട്ടുണ്ടെന്നും അലീനയ്ക്ക് ഉറപ്പായിരുന്നു. തുടർന്നുള്ള അതിമനോഹരമായ എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ശുഭരാത്രി കൂട്ടുകാർ.